തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഞങ്ങൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിൻ്റെ പ്രായോഗികതക്കനുസരിച്ചുള്ള നിലപാടുകൾ ആളുകൾ സ്വീകരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ലാതെ ഞങ്ങളെ LDFന് പുറത്തുള്ള ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കക്ഷിയുടെ പിന്തുണ വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സമീപിക്കുന്ന നില ഉണ്ടായിട്ടേയില്ല. അത് ശിവൻകുട്ടിയുടെ കാര്യത്തിലും അദ്ദേഹം നേരിട്ട് അഭ്യർത്ഥിക്കുന്ന നില ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. പിന്നെ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവിടുത്തെ പ്രത്യേക സാഹചര്യവും കൂടി നമ്മൾ കാണണം. അവിടെ BJPക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യമാണ് 2016 കോൺഗ്രസ് ഒരുക്കിയത്. സാധാരണഗതിയിൽ BJP ജയിച്ചു വരേണ്ട മണ്ഡലമായിരുന്നില്ല അത്. പക്ഷേ BJP ജയിച്ചു വന്നു. BJPക്ക് വലിയ സന്തോഷം. അത് അന്ന് ഒരു പ്രത്യേക തരത്തിൽ തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായി വന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങളത് 2021 ആ തുറന്ന അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. BJP രാജ്യത്ത് സ്വീകരിക്കുന്ന നിലയുണ്ട്, ഇവിടെ സ്വീകരിക്കുന്ന നിലയുണ്ട്. BJP ജയിച്ചുകൂടാ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ശക്തികൾ നമ്മുടെ രാജ്യത്തും കേരളത്തിലുമുണ്ട്. BJPയെ ഞങ്ങൾ ശക്തമായി നേരിടുന്നു വന്നപ്പോൾ സാധാരണഗതിയിൽ രാഷ്ട്രീയമായി ഞങ്ങളോട് യോജിപ്പില്ലാത്ത, ഞങ്ങളുമായി സഹകരിക്കാത്ത ചില ആളുകൾ BJPയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകും. അതാണ് നാം കാണേണ്ട കാര്യം. എന്തിനാണത്? BJP ഇവിടെ പരാജയപ്പെടണം എന്നാഗ്രഹിക്കുന്ന അത്തരം ആളുകൾ BJPയെ പരാജയപ്പെടുത്താൻ LDF ആണ് ശരിയായ രീതിയിൽ മുന്നിട്ടിറങ്ങിയത് എന്ന് കാണുമ്പോൾ LDFനെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ടാകും. അതേതെങ്കിലും ഒരു കരാറിൻ്റെ ഭാഗമല്ല, ഏതെങ്കിലും ധാരണയുടെ ഭാഗമല്ല. അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ സ്വീകരിച്ച നിലയിൽ ഏതെങ്കിലും വർഗീയതയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബാന്ധവം ഉണ്ടാക്കി വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയെ എതിർക്കുന്ന നിലപാടാണല്ലോ ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടത്. അതിൻ്റെ ഫലമാണല്ലോ ഈ കഴിഞ്ഞ 10 വർഷം നമ്മുടെ കേരളം വർഗീയ കലാപമോ വർഗീയ സംഘർഷമോ ഇല്ലാത്ത നാടായി നിലനിൽക്കുന്നത്. അപ്പോൾ അതിനിടയാക്കിയത് LDFൻ്റെ ശുദ്ധമായ വർഗീയ വിരുദ്ധ നിലപാടാണ്. ആ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല.